ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അബീൻ്റെ മെഹന്തി നൈറ്റാണ് കേട്ടോ. അപ്പോൾ ഡെക്കറേഷനൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള വീഡിയോ ആണ്. ഇതാണ് രാത്രിയത്തേക്കുള്ളതും രാവിലത്തേക്കുള്ളതും ഇതാണ് ഡെക്കറേഷന്. അപ്പോൾ രാത്രിയത്തത് ലൈക്ക് DJ നൈറ്റ് ഒരു ദിവസം മുന്നേ കേട്ടോ. ഇത് കല്യാണ രാത്രിയാണ്, പക്ഷേ അതിന് ഒരു ദിവസം മുന്നേ DJ നൈറ്റിന് വേറെയായിരുന്നു, ദോൽക്കി നൈറ്റ്. അപ്പോൾ അതിന് വേറെയായിരുന്നു. ഇതാണ് ഈ ഒരു മെഹന്തി ആൻഡ് വെഡ്ഡിങ് രണ്ടിനുമായിട്ടുള്ള ഡെക്കറേഷൻ ഇതായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെ ഡെക്കറേഷൻ തുടങ്ങിയ സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ കല്യാണത്തിൻ്റെ ശനിയാഴ്ച ഞാൻ പറഞ്ഞല്ലോ, ഞായറാഴ്ച കല്യാണം, ശനിയാഴ്ച രാത്രി അത് മെഹന്തിക്ക് ഡെക്കറേഷന് പകൽ ചെയ്യുമ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ്. പൗസ്യമായും ചെയ്യാനും നമ്മളടുത്ത് തന്നെ മൂത്തമ്മാൻ്റെ മരിയോളും പുള്ളിക്കുഞ്ഞുമാണ്. അപ്പോൾ എന്താ പറഞ്ഞത്, പിന്നെ മെഹന്തിൻ്റെ ഡെക്കറേഷനെല്ലാം നടക്കുന്നുണ്ട്. മെഹന്തി മാത്രമല്ല, കല്യാണത്തിൻ്റെയും ഇത് തന്നെയാണ് ഡെക്കറേഷൻ. ഇപ്പം ഞാൻ ഇതുവരെ എല്ലാ വീഡിയോസും ഇട്ടിട്ടുണ്ട് കേട്ടോ. അബീൻ്റെ ബ്രൈഡ് ടു ബി തുടങ്ങിയിട്ട് കുറേ ബ്രൈഡ് ടു ബി ഉണ്ട്, 2-3 ബ്രൈഡ് ടു ബിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പ്ലസ് അറബിക് നൈറ്റ്, DJ നൈറ്റ്, ഇപ്പോൾ ഇത് മെഹന്തിൻ്റെ വീഡിയോയും ഇടുകയാണ്. അങ്ങനെ ഇതാ മെഹന്തി നൈറ്റെല്ലാം ആയി. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ റെഡി ആയിട്ടോ. ഇതാണ് നമ്മളെ പിള്ളേരുടെ ഡ്രസ്സിങ് ഒക്കെ. അപ്പോൾ അതിൻ്റെ സെയിം ആണ് കേട്ടോ. ഞാനും ബുത്തും അതേ സെയിം ഡ്രസ്സാണ്. പിള്ളേർക്ക് ഞങ്ങളുടെ സെയിം കളറിൽ കുർത്ത അടുപ്പിച്ചതാണ്. ഇതാണ് എൻ്റെ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ എൻ്റെ മേക്ക് ഓവർ ചെയ്തത് എന്താണെന്നൊക്കെയുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ റെഡിയായ പാട് കുറച്ച് നേരത്തെ റെഡി ആയിട്ട് ഞങ്ങളുടെ കുറച്ച് ഫാമിലി ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാനായിട്ട് എൻ്റെ കുഞ്ഞാൻ്റെ പുരക്കാണ് വന്നത്. അടുത്ത് തന്നെയുള്ള എൻ്റെ ഉപ്പാൻ്റെ പങ്ങളെ പുരക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫാമിലിയിൽ ഞങ്ങളെല്ലാവരും, ഞാനും റാഷിയും ബുത്തു, ഇച്ച, റംഷിയും പുതിനാട്ടി അബീനയും എല്ലാം ഞങ്ങളെ മക്കളെല്ലാം കൊണ്ടുവന്ന്. അപ്പം നമുക്ക് പിന്നെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ റെഡി ആയിട്ട്, അബീൻ്റെ ഓൾറെഡി വീഡിയോസും ഫോട്ടോസും എല്ലാം വേണമല്ലോ. അപ്പോൾ അബി റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങളും കൂടെ റെഡിയായി വന്നതാണ്. ഞങ്ങൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതാണ്. KG2 തുണി വാങ്ങിച്ചിട്ട് അടിച്ചതാണ്. സിമ്പിളായിട്ട് ചെയ്തതാണ് എൻ്റെയും പാത്തുവിൻ്റെയും ബുത്തുവിൻ്റെ എല്ലാം. ഇനി എൻ്റെ മേക്ക് ഓവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെഹന്തി ഞാൻ ഇതൊക്കെ റീലിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. DJ നൈറ്റിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മേക്ക് ഓവർ എന്ന് പറയുന്നത് മേക്ക് ഓവറായിട്ട് ചെയ്തത്. കാസർഗോഡുള്ള ഒരുവിധ ആൾക്കാർക്കെല്ലാം അറിയാം, നല്ല ഒരു മേക്ക് ഓവർ തന്നെയായിരുന്നു. ഹെയറും എല്ലാം മേക്കപ്പും എല്ലാം അവരാണ് ചെയ്തത്. പിന്നെ എൻ്റെ മെഹന്തി എൻ്റെ ഉമ്മാൻ്റെ കസിൻ്റെ മോളാണ് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മോളാണ് എല്ലാം എനിക്ക് മെഹന്തിയിൽ ഇട്ടുതരും. അപ്പോൾ ഞങ്ങളിപ്പം ഫോട്ടോസിൽ എടുത്തിട്ട് തിരിച്ച് വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. കുറച്ച് ഇരുട്ടായി ഞങ്ങൾ വരുമ്പോഴത്തേക്ക്, പക്ഷേ ഫംഗ്ഷൻ തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ ഗസ്റ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. മെഹന്തി കല്യാണം കുറച്ച് ഗ്രാൻഡ് തന്നെ ആയിരിക്കും കേട്ടോ. കല്യാണത്തിന് ഒരു ദിവസം മുന്നേ ഒരുവിധം എല്ലാവരും വരുന്ന ഫംഗ്ഷൻ ആയിരിക്കും. നമ്മൾ കൈമുട്ടിപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് അബീൻ്റെ കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തപ്പോഴത്തേക്ക് ആദമും എൻ്റെ ഉമ്മാരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൂടെ നിൽക്കുന്നില്ലല്ലോ, ഓടിപ്പോകുന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് ആദമിനെ കിട്ടിയിട്ടാണ്. പിന്നെ ഫാമിലി ആയിട്ട് എല്ലാവരും നിന്ന് ഞങ്ങൾ അനിയനും ഇച്ചാവും വൈഫും ഉമ്മ ഞങ്ങളെല്ലാവരായിട്ട് എല്ലാം എടുത്ത് ഞങ്ങളെല്ലാവരും മാച്ചിങ് ആയിട്ട് ചെയ്തേട്ടാ. മാച്ചിങ് കളറായിരുന്നു. ഞാനും പുത്തും സെയിം ആണ്. പിന്നെ അതുപോലെ കുർത്ത ഓർത്തും സെയിം ആയിരുന്നു. പിന്നെ എൻ്റെ ഫാമിലി വന്നിട്ടാകുമ്പോഴത്തേക്ക് എൻ്റെ ഉമ്മ, ബ്രദർ, വൈഫ്, ഏട്ടത്തി, മക്കളെല്ലാവരൊക്കെ എന്നിട്ട് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്ത്. പിന്നെ ഞങ്ങൾ കപ്പിളായിട്ടൊരു വീഡിയോ കൂടെ എടുത്ത് ഞങ്ങൾ രണ്ടാളും മാച്ച് ചെയ്തിട്ടുണ്ടല്ലേ. പ്ലസ് ഇച്ചാവും റാഷിയാണെങ്കിലും സെയിം ആണ്. അപ്പം ഞങ്ങൾ മുമ്പേ പറഞ്ഞായിരുന്നു മാച്ചിങ് ചെയ്തുകൊണ്ട് നമുക്കൊരു വീഡിയോയിൽ ഇങ്ങനെ എടുക്കണമെന്ന്. ഒരുപാട് കോംപ്ലിമെൻറ്റ് കിട്ടിയ ഡ്രസ്സായിരുന്നു ഞങ്ങളുടെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എങ്ങനെയാണ് ഈ ഡ്രസ്സ് വാങ്ങിച്ചതെന്നും ലൈക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ, KG2 തുണി എടുത്ത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത മോഡൽ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതെന്തായാലും ഇത് എവിടുന്നാണ് ചെയ്തതെന്നൊക്കെ ഉള്ളത് ഞാൻ എങ്ങനെ ചെയ്തതെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം.
ഡാൻസൊക്കെ ആയിട്ട് എല്ലാവരും അടിച്ച് പൊളിച്ചിട്ട് കൈമുട്ട് പാട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു പാട്ട് നല്ല മാപ്പിളപ്പാട്ടൊക്കെ പാടിയപ്പം നമ്മളാണെങ്കിൽ അതിൻ്റെ കൂടെ നല്ലോണം എല്ലാവരും എൻജോയ് ഒക്കെ കളിച്ചിട്ട് നമ്മളെ ഫാമിലി ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞു എല്ലാവരും നല്ല വൈബിൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ട് എല്ലാവരും അടിച്ച് പൊളിച്ച്
അങ്ങനെ മെഹന്തി കല്യാണവും ആഘോഷമൊക്കെ കഴിഞ്ഞ് ലേറ്റ് നൈറ്റ് വരെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പുതിനാട്ടി ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ. കസിൻ ബ്രദേഴ്സും ഫ്രംഷെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓരൊക്കെ നമ്മളും ജോയിൻ ആവുന്നതാണ്. കാസർഗോഡ് തന്നെയുള്ള വൈൽഡ് ബീൻ കഫേയുടെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഉറക്കമൊന്നും ഇല്ല കേട്ടോ. പാതിര വരെ ഇപ്പം ഇവിടെ തന്നെയായി. അത് കഴിഞ്ഞിട്ട് 5 മണിയാകുമ്പോഴത്തേക്കും മേക്കപ്പിൻ്റെ ആൾ വരും. 5-5:30 ആകുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉറക്കമൊന്നുമില്ല, ഉറക്കമില്ലാത്ത രാത്രിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കോഫി എന്തെങ്കിലും കുടിക്കുക, ചായ ഒരു കോഫിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കോഫി കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അല്ല ചായയും കൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും കോഫിയാണ് എടുത്തത്, കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫേമസ് എടുത്ത കുനാഫയാണ് കേട്ടോ. ഭയങ്കര ഞങ്ങളൊന്നും എടുത്തിട്ടുണ്ട്. ഒരു കുനാഫ ട്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അബി ഇതാ പുതിനാട്ടിയായിട്ട് തന്നെ നമുക്ക് അബിക്ക് ഉറക്കില്ല കേട്ടോ. ഇന്ന് ഫുള്ള് ഓൾതാണെങ്കിലും സെയിം 5 മണിക്ക് മേക്കപ്പിന് ആൾ വരും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 3 മണിയോ 4 മണിയോ എന്തോ ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് പുറക്കെത്തുമ്പോഴത്തേക്ക് ഓൾറെഡി എനിക്ക് തോന്നുന്നു 4-5 ആ സമയത്തിലായിന്. ഞങ്ങൾക്ക് ഉറങ്ങാനൊന്നും പറ്റിയിട്ട് കുറച്ചൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടാകുമ്പോഴത്തേക്ക് തന്നെ മേക്കപ്പിൻ്റെ ആൾ വന്നിന്. നമ്മൾ ഈ ഒരു നൂഡിലും എല്ലാം എടുത്തിട്ടുണ്ട്, ഒരു ചീസ് കേക്കും കൂടെ എടുത്തിട്ടുണ്ട്, എല്ലാം ട്രൈ ചെയ്ത്. എന്തായാലും അബിൻ്റെ മംഗലം അടിച്ച് പൊളിച്ചിട്ട് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്ത് എല്ലാവരും, ഫാമിലിയിലുള്ള എല്ലാവരും അത്രയ്ക്ക് അടിച്ച് പൊളിച്ച്. ഞാൻ പറഞ്ഞ കുനാഫ എടുത്തെന്ന് പറഞ്ഞതാണ്. കുനാഫ എല്ലാം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാം. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ പാതിര വരെ ആഘോഷം തന്നെയായിരുന്നു. നമ്മളെ കാസർഗോഡ് കല്യാണം പറ്റുന്ന പോലെയെല്ലാം ഞാൻ കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വീട്ടിൽ കല്യാണം കൊണ്ട് എനിക്ക് എടുക്കുന്നതിനൊക്കെ ലിമിറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എല്ലാം കാണിക്കാനും പറ്റില്ല. ഫുഡും കാര്യങ്ങളൊന്നും കുറേ വിശേഷങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. പറ്റുന്ന പോലെ മാക്സിമം ഇട്ടിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.